അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാക്കോച്ചൻ്റെ ഈ വർഷത്തെ അടുത്ത സിനിമ. അതായത് ഈ മനുഷ്യൻ ഇങ്ങനെ കിടിലൻ പടങ്ങൾ ചെയ്തുകൊണ്ട് കിടിലൻ ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചാനൽ വഴി ചാക്കോച്ചനെ സ്റ്റാർ ആക്കും, ആലപ്പുഴക്കാരുടെ അഭിമാനമാക്കി മാറ്റും. കാരണം എനിക്ക് ഭയങ്കര, കാരണം ആ പടം നമ്മുടെ ദുരിതസാഹചര്യം കണ്ട് ഞാൻ ആലോചിച്ച് ഈ മനുഷ്യൻ എന്ത് മനുഷ്യനാണ്, ഇയാളെ എന്താണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ പടത്തിനൊരു അതെ, ഇപ്പം OTT ഇറങ്ങിയ ശേഷം ഒരുപാട് പേര് പറയുന്നുണ്ട് ചാക്കോച്ചൻ പെർഫോമർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നില്ല. അതെ, തിയേറ്ററിൽ അത് അത്രയും നല്ല രീതിയിൽ വർക്കാവേണ്ട സാധനമാണ്, പക്ഷെ അത് സംഭവം പോയി. സോ അപ്പം പുള്ളിയുടെ പുതിയ പടം ഉന്മാദം, ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ എഴുത്തുകാരൻ റൈറ്റർ ഷാഹി കബീറാണ് ഇതിൻ്റെ റൈറ്റർ. അതുപോലെ ഇത് ഡയറക്റ്റ് ചെയ്യുന്ന കിരൺ ദാസ്, പുള്ളി എഡിറ്ററാണ്. നമ്മുടെ ഒരുപാട് നല്ല മലയാള പടങ്ങൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന എഡിറ്ററാണ്. തൊണ്ണി മുതൽ നമ്മുടെ ജാനമൻ, അങ്ങനെ കുറച്ചധികം പടങ്ങൾ. അതായത് ഒരു എഡിറ്ററിന്റെ പണി നമ്മളെ അറിയിക്കാതെ ആ സിനിമ സ്വന്തമായിട്ട് എഡിറ്റ്, അതായത് ബേസിക്കലി ഒരു സ്റ്റോറി, അതായത് സ്റ്റോറി ടെല്ലറാണ് പുള്ളി. അതായത് നമുക്ക് ഭയങ്കര ഫ്ലാഷ് എഡിറ്റിംഗ് അല്ല പുള്ളിയുടെ പടങ്ങളിൽ കൂടുതലും. പുള്ളിയുടെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ബേസ്ഡ് പടങ്ങളായിരിക്കും. അതിനെ നല്ല രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു എഡിറ്റർ ഉണ്ട് ഈ സിനിമയ്ക്കെന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ ആ സിനിമയെ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ബെറ്റർ എഡിറ്ററുടെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു എന്താ പുള്ളിയുടെ സ്പേസ്, രസമുള്ള സ്പേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ വെഞ്ചറാണ്. സോ അത് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഡയറക്ടറാണ്. സോ നമുക്ക് അതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കാം. സോറി, ടീസർ. ലിജോ മോൾ വേറെ ഏത് പടത്തിൽ ടേക്ക് ഓഫ് മറ്റേ പുള്ളി അത് മാത്രമല്ല സ്റ്റേഷൻ മനസ്സിലാക്കിക്കൊണ്ട് കളിയായിരിക്കും സാധനം ഒന്നുമില്ലേ കുറഞ്ഞു നേരമുണ്ടല്ലോ. സ്റ്റേഷനിലെ പോലീസ് യൂണിഫോമിൽ രക്തക്കാറുണ്ട്. ആ ഫയലിംഗ് എടുത്തു നന്നായി. ഞാനൊന്ന് നോക്കട്ടെ തൊട്ടാണ്ട് സംഭവിക്കുന്നു. താടി പോലീസുകാരന് നടക്കി പോവാണല്ലേ. മജീദ് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു. ഒരു പല്ലിയാണല്ലേ അതെ അല്ലേ? മറ്റേ ഇതാണ് ചേട്ടാ പല്ലിയെ നമ്മൾ ബേസിക്കലി വെക്കുന്ന മറ്റേ, അതായത് പേര് പറയുന്നത് ആ സ്റ്റേഷനിൽ ഇപ്പം നടക്കുന്ന പല കാര്യങ്ങളും എല്ലാവരും അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ എന്തോ ഒരു അന്ധവിശ്വാസം പോലത്തെ എന്തോ എലമെന്റ് ഉള്ള പോലത്തെ. അല്ല, പലരും മറ്റേ ഇത് എനിക്ക് ശബരിമല ഉണ്ടെന്ന് തോന്നുന്നു. ഈ താടി അതാ പറഞ്ഞത്, എല്ലാവർക്കും ഒരു വിശ്വാസത്തിന്റെ എലമെന്റ്, ഒരു അന്ധവിശ്വാസത്തിന്റെ എലമെന്റ് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അതാണ് മറ്റേ ഈ പറഞ്ഞ ഫയല് തൊട്ടാ എന്ത് സംഭവിക്കുന്നത് നോക്കട്ടെ. അതുപോലെ അതിനുശേഷം അവിടെ ഇതുപോലെ 174ന്റെ കളികളാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു കണക്കിന് ഇൻടോക്സിക്കേഷൻ അല്ലേ ഉന്മാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഉന്മാദത്തിൽ ആർപ്പെട്ടെന്ന് പറയുന്നത് മറ്റേ ഒരു ഹൈ എന്നുള്ള ലൈനാന്ന് തോന്നുന്നു. ഈ പല്ലിയുടെ ഇത് കാണിക്കുന്നത് മറ്റേ പല്ലി ചിലക്കുക എന്നുള്ള എലമെന്റ് ഉണ്ടല്ലോ. എന്താ സത്യം പറയുന്നു എന്താണോ നമ്മളിത് വെറുതെ ഇതുണ്ട് മ്യൂസിക് ഭയങ്കര മജീദ്. പിന്നെ നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഷാഹി കബീറിലാണ്. അതറിയല്ലോ, പോലീസ് സ്റ്റോറികൾ പറയാൻ ഇന്ന് മലയാളത്തിലെ മെയിൻ ആളാണ്. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ റോന്ത് നമുക്ക് ഒരുപാട് വർക്കായ പടമാണ്. അത് അറിയിച്ച ഒരു വിജയത്തിലേക്ക് അത് എത്തിയില്ല. വേറെ കാര്യം ശ്രദ്ധിച്ചാൽ റോന്തായാലും ഇതായാലും രണ്ടിലും ഈ സ്റ്റുഡിയോസ് ബോളിവുഡിൽ നിന്ന് പനോരമ, അവിടെ പനോരമയാണെന്ന് പറയുന്നത്. ജംഗ്ലി മൂവീസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ആയിരുന്നു റോന്തിലുണ്ടായിരുന്നത്. ഈ ബോളിവുഡിൽ അതെ അതായത് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഇത് ഇങ്ങോട്ട് എത്തിയെന്ന് അറിയത്തില്ല. പക്ഷെ മറ്റേ ദൃശ്യമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത് ഒരു കോർപ്പറേറ്റിന്റെ കടന്നുവരമാണോ? എന്ത് കടന്നു വന്നാലും സിനിമയുടെ കാരണം അവര് വരുന്നത് ഈ ടൈപ്പ് പടം ഇവര് ചെയ്യുന്നത് വിജയിക്കുന്നുണ്ട്. നമ്മൾ കൈയിട്ടിളക്കണ്ട എന്ന് തീരുമാനിച്ചാൽ മതി. അവര് ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് മാറും. ബോളിവുഡ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ കോർപ്പറേറ്റ് കളികളിൽ പെട്ട് വലഞ്ഞു പോയിരിക്കുന്നുണ്ട്. അവിടെ ഒരു കാലത്ത് നല്ല കുറെ പടങ്ങൾ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ അതിനുശേഷം ഈ കോർപ്പറേറ്റ് കൾച്ചർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇൻഡിവിജ്വൽ ഫിലിം മേക്കേഴ്സിന് വലിയ സ്ഥാനമില്ല. അതായത് അവരുടെ ഒരു കമ്പനി തീരുമാനിക്കുകയാണ് ഇങ്ങനത്തെ പടം മതി എന്ന്, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ സൈഡിലുണ്ടെങ്കിലും ആ ക്രിയേറ്റീവ് സൈഡിലേക്ക് അവർ വന്നിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്.
സോ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ളൊരു പടമാണ്. കാരണം കിരൺ ദാസ്, ഷാഹി കബീർ, നല്ല സിനിമാറ്റോഗ്രഫിയും രസമുണ്ടായിരുന്നു. എനിക്ക് ഡെഫിനറ്റ്ലി ഞാനിത് നമ്മുടെ കൈൻഡ് ഓഫ് പടമാണ്. നമുക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് പടമാണ്. ഷാഹി കബീറിൻ്റെ എല്ലാ പടങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എപ്പോഴും കാണാൻ എന്താണ് ഈ പുള്ളി പറയാൻ പോകണമെന്ന് അറിയാൻ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇഷ്ടം പോലെ പുള്ളി പറഞ്ഞ പോലീസ് സ്റ്റോറികൾ ഇഷ്ടം പോലെ ഇത് ഷാഹി കബീറിലായിരുന്നു നമ്മുടെ മറ്റേ ഓഫീസർ. അതായിരുന്നു തമ്മിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി അതാണ് കൂട്ടത്തില് ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡ്. പുള്ളി എഴുതിയ പടങ്ങളിൽ ഏറ്റവും കൊമേഴ്ഷ്യൽ കുറച്ചുകൂടി ഒരു ടൈറ്റർ സ്മോളർ പടങ്ങൾ ഭയങ്കര രസമാണ്. അതെ, അതാണ് എസ്പെഷ്യലി റോന്തൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട പടമാണ്. സോ അപ്പം ഉന്മാദത്തിൻ്റെ അടുത്ത ട്രെയിലറോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം വരട്ടെ. അപ്പോൾ നമുക്ക് അത് നമ്മൾ റിയാക്ട് ചെയ്ത് ഈ പടം ഡെഫിനറ്റ്ലി കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ചധികം ആൾക്കാർ വന്നിരിക്കുകയാണ്, ഒത്തുചേരുന്നതാണ്. എസ്പെഷ്യലി നമ്മുടെ ചാക്കോച്ചൻ ഈ പടത്തിൽ എന്ത് ചെയ്യും എന്നറിയാനോട്. രണ്ട് ചാക്കോച്ചൻ പടം ടോപ്പ് 10 ലിസ്റ്റിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമ്മുടെ ടോപ്പ് 10 ലിസ്റ്റിൽ ഇപ്പോൾ ഓൾറെഡി ഇത് ഉണ്ട്, ദുരൂഹ സാഹചര്യത്തിലുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും അവിടെ എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.